കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 49ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുക സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പീസ്, കൊച്ചു ത്രേസ്യയുടെ കാഴ്ചപ്പാടുകൾ. കൊച്ചു ത്രേസ്യയുടെ ഈ ദർശനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. സമാധാനത്തോടും ലാളിത്യത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത മറ്റുള്ളവരുമായി യോജിച്ച് ജീവിക്കുവാനുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ധാരണയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ദൈവത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ പോരാട്ടങ്ങൾക്കിടയിൽ ആന്തരിക സമാധാനം തേടാൻ കൊച്ചു ത്രേസ്യയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ശ്രദ്ധ തിരിക്കുക മത്തായി ശ്ലീഹായിലേക്കാണ്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനത്തിനായി പരിശ്രമിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം പ്രതിഫലിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടു. വീണ്ടും ശ്രദ്ധ കൊടുക്കുക പൗലോസ് ശ്ലീഹായിലേക്കാണ്. അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇത് കൊച്ചു ത്രേസ്യ ആഗ്രഹിച്ച ദൈവിക സമാധാനത്തെ എടുത്തു കാട്ടുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ സമാധാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ 5 തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് വിലയിരുത്താം. ഒന്നാമതായിട്ട് ഇന്നർ പീസ് ത്രൂ ട്രസ്റ്റ്, അടിയുറച്ച വിശ്വാസത്തിലൂടെ കൈവരുന്ന ആന്തരിക സമാധാനം. രണ്ടാമതായിട്ട് പീസ് ഇൻ സഫറിങ്, സഹനങ്ങളുടെ ഇടയിലുള്ള സമാധാനം. മൂന്നാമതായിട്ട് പീസ് ഇൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലുള്ള സമാധാനം. നാലാമതായിട്ട് ജോയ്ഫുൾ അക്സെപ്റ്റൻസ്, ആനന്ദം നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെയുള്ള സ്വീകരിക്കൽ. അഞ്ചാമതായിട്ട് പ്രെയർ ആസ് എ സോഴ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ഉറവിടമായിട്ട് പ്രാർത്ഥനയെ കണക്കാക്കൽ. നമുക്ക് ഈ 5 തലങ്ങളിലേക്ക് ഒന്ന് ആഴത്തിൽ യാത്ര ചെയ്യാം. ഒന്നാമതായിട്ട് ഇന്നർ പീസ് ത്രൂ ട്രസ്റ്റ്. ആന്തരിക സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശുദ്ധ കൊച്ചു ത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ഒരു എഴുത്തിൽ അവളിങ്ങനെ പറയുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവനെ വിശ്വസിക്കുന്നതിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു. ഇപ്പോൾ പുണ്യവതി പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുന്നതിൽ അതിലാണ് എൻ്റെ സമാധാനം അടങ്ങിയിരിക്കുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കാം, അത് നമ്മുടെ ആത്മാക്കൾക്ക് സമാധാനം നൽകുന്നു. അപ്പോൾ യേശുവിൻ്റെ കാരുണ്യത്തിലുള്ള ഉറപ്പ് അത് സമാധാനത്തിലേക്ക് നയിക്കുമെന്നാണ് പുണ്യവതി നമ്മളെ പഠിപ്പിക്കുക. രണ്ടാമതായിട്ട് പീസ് ഇൻ സഫറിങ്, സഹനങ്ങളുടെ നിമിഷങ്ങളുള്ള സമാധാനം. സ്നേഹത്തോടും സ്വീകാര്യതയോടും കൂടി ആശ്ലേഷിക്കുമ്പോൾ സഹനങ്ങൾ സമാധാനത്തിലേക്കുള്ള വഴിയാകുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുന്നു. അവളവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹത്തോടെ ആശ്ലേഷിക്കുമ്പോൾ സഹനം സമാധാനത്തിലേക്കുള്ള വഴിയാണ്. സഹനങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. പുണ്യവതി പറയുകയാണ്, ആ സഹനങ്ങളെ നമ്മൾ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനാൽ തന്നെ നമുക്ക് സമാധാനം കൈവരുമെന്ന് പറയുക. അവൾ സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കഷ്ടപ്പാടുകൾ എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു സമ്മാനമായി ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ കഷ്ടപ്പാടുകൾ അവൾ സങ്കടപ്പെടുകയോ ബഹളം വയ്ക്കുകയോ അല്ല, അവൾ പറയുകയാണ് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു സമ്മാനമാണിത്. എങ്ങനെ പറയാൻ സാധിക്കുക? അതിൻ്റെ ഉള്ളിൽ അവൾ സമാധാനം കണ്ടെത്തി എന്നുള്ളതാണ്. മൂന്നാമത്തെ തലം എന്ന് പറയുക പീസ് ഇൻ റിലേഷൻഷിപ്പ്.
ആത്മീയ വളർച്ചയ്ക്കും സാമുദായിക ഐക്യത്തിനും ബന്ധങ്ങളിൽ സമാധാനം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: സഹോദരങ്ങൾക്കിടയിലുള്ള സമാധാനം ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുക, സഹോദരങ്ങളിടയിൽ നിലനിൽക്കുന്ന സമാധാനം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുക, അവൾ പറയുകയാണ് ഇത് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രതിഫലനമാണ്. അവളവിടെ ഒരു എഴുത്തിൽ ഇങ്ങനെ എഴുതുന്നു: എൻ്റെ ചുറ്റുമുള്ളവർക്ക് സമാധാനത്തിൻ്റെ ഉറവിടമാകാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ എങ്ങനെ അവൾക്ക് സമാധാനത്തിൻ്റെ ഉറവിടമാകാൻ സാധിക്കുക? അതവൾ ബന്ധങ്ങളിൽ പുലർത്തുന്ന രീതികളാണ്. അപ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന് സമാധാനം അവൾ ചുറ്റുപാടുകളിലേക്ക് അയക്കുകയാണ്. നാലാമത്തെ തലം എന്ന് പറയുക ജോയ്ഫുൾ അക്സെപ്റ്റൻസ്. ജീവിത പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അവൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് സമാധാനം നിലനിർത്താനുള്ള ഒരു മാർഗമായിട്ട് കാണാവുന്നതാണ്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ജീവിതത്തിലെ പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അഗാധമായ സമാധാനത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ പരീക്ഷണം, അതായത് ട്രയൽസ്, അതിനെ നാം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പുണ്യവതി പറയുകയാണ് അഗാധമായ, നോക്കിയാൽ ഉപയോഗിക്കുന്ന വാക്ക് അഗാധമായ സമാധാനത്തിലേക്ക് നയിക്കുന്നു. അപ്പം സ്വീകരിക്കുന്നതിൻ്റെ തോത് നമ്മുടെ സമാധാനത്തിൻ്റെ തോതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ പ്രയാസങ്ങളിലും ഞാൻ സന്തോഷവും സമാധാനവും തിരഞ്ഞെടുക്കുന്നു. പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്നല്ല അവൾ പറയുകയാണ് ആ നേരത്ത് ഞാൻ സന്തോഷവും സമാധാനവും തിരഞ്ഞെടുക്കും. എങ്ങനെയാണ് അവൾക്കത് അത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്? അതിനൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ടാണ്. ഇനി അഞ്ചാമത്തെ തലമെന്ന് പറയുക പ്രെയർ ആസ് എ സോഴ്സ് ഓഫ് പീസ്. തന്നിലും ചുറ്റുമുള്ള ലോകത്തിലും സമാധാനം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന മാർഗമായി കൊച്ചുത്രേസ്യ പ്രാർത്ഥനയെ വീക്ഷിച്ചു. അവൾ സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുകയാണ്: പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്ന സമാധാനം ഞാൻ കണ്ടെത്തുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ ഉറവിടം പ്രാർത്ഥന. ആൾ പറയുകയാണ് പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്ന, കാറ്റും കോളൊക്കെ ഉണ്ടാകാം, പക്ഷെ ശാന്തമാക്കുന്ന സമാധാനം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: ദൈവവുമായുള്ള ഐക്യം എനിക്ക് അചഞ്ചലമായ സമാധാനം നൽകുന്നു. അപ്പോൾ ആ ഐക്യം, അതായത് പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത സമാധാനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പുണ്യവതി നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ഈ കൊച്ചുത്രേസ്യയുടെ ഈ സമാധാനത്തെക്കുറിച്ചുള്ള ദർശനം എങ്ങനെയാണ് ആധ്യാത്മികതയെയും മനഃശാസ്ത്രത്തെയും അതുപോലെ തന്നെ സാമൂഹ്യ തലത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മികത. ക്രിസ്തീയ യാത്രയുടെ അഭിവാജ്യ ഘടകം എന്ന നിലയിൽ സമാധാനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയെ കൊച്ചുത്രേസ്യയുടെ ടീച്ചിങ്സ് പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ സമാധാനം തേടാൻ വിശ്വാസികളെ ഇത് കരുത്താക്കുന്നു. രണ്ടാമത്തെ തലമെന്ന് പറയുക മനഃശാസ്ത്രപരമാണ്. കഷ്ടപ്പാടുകളുടെ സ്വീകാര്യതയെക്കുറിച്ചും ആന്തരിക സമാധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ വൈകാരിക ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്നു. ഇത് ജീവിത വെല്ലുവിളികളെ നേരിടുന്നതിൽ പ്രതിരോധം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് സാമൂഹിക തലം. സമാധാനത്തിനും അനുരഞ്ജനത്തിനുമുള്ള കൊച്ചുത്രേസ്യയുടെ ഊന്നൽ സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തികളെ അവരുടെ സമൂഹങ്ങളിൽ സമാധാന നിർമ്മാക്കളായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ സമാധാനത്തെക്കുറിച്ചുള്ള ഈ ദർശനങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ഒരു ആത്മവിചിന്തനം നടത്താം. നമ്മളോട് തന്നെ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ ആഴത്തിലുള്ള ആന്തരിക സമാധാനബോധം എനിക്കെങ്ങനെയാണ് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക? രണ്ടാമതായിട്ട്, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ കഴിയും? മൂന്നാമതായിട്ട്, ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിൽ സമാധാനം കണ്ടെത്താൻ പ്രാർത്ഥന എന്നെ എങ്ങനെയാണ് സഹായിക്കുക? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ആഴമേറിയ സമാധാനം അനുഭവിക്കുവാൻ, സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തീർക്കാൻ പാർക്കണമേ.
ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയെ അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, യഥാർത്ഥമായുള്ള സമാധാനം അനുഭവിക്കുവാനായിട്ട്, സമാധാനം പങ്കുവയ്ക്കുവാനായിട്ട് കൊച്ചുരേസ്യായെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയോലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിൻ്റെ സമാധാനം അനുഭവിക്കുവാനും ചുറ്റുമുള്ളവർക്കൊക്കെ സമാധാനം കൊടുക്കുവാനും അവൾക്കേറെ സാധിച്ചല്ലോ. ഈശോയെ, നീ നൽകിയ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളെയും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സമാധാനത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലിസിയോലെ കൊച്ചുറാണി, നീ സമാധാനം കണ്ടെത്തിയ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട്, സമാധാനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, പ്രാർത്ഥനയുടെ ആഴങ്ങളിലൂടെ സമാധാനം അനുഭവിക്കുവാനായിട്ട്, ബന്ധങ്ങളിലൊക്കെ സമാധാനം നിലനിർത്തുവാനായിട്ട്, സന്തോഷത്തോടുകൂടി ജീവിത സാഹചര്യങ്ങളെ സ്വീകരിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലീശോദൻ